സംഭവമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ മൊത്തത്തിൽ ഒന്നായി കാണുന്നതാണ് പുതിയ ആഗോള സുന്നിസം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ എന്ന് പറയുന്ന ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, അതിന് മില്ലത്ത്, ഉമ്മത്ത് തുടങ്ങിയ പേരുകൾ ഉപയോഗിക്കുന്നുണ്ട് ലോകവ്യാപകമായി. നമുക്ക് പേര് പറയാൻ മടിയുള്ള പല മുസ്ലിം രാഷ്ട്രങ്ങൾ വരെ ഈ സ്വാധീനത്തിലാണുള്ളത്. ഒരു നിലക്ക് നമ്മൾ പറഞ്ഞാൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭരണം ഈ സ്വാധീനമുള്ളവർക്കാണ് നിലവിലുള്ളത്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ദഅവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചിട്ട് കാല് തേഞ്ഞ മനുഷ്യനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കൾ, ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും മക്കയിലേക്ക് താമസം മാറി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മക്കയിൽ വന്ന് താമസമാക്കിയിരുന്ന കച്ചവടക്കാരിൽ നിന്ന് കല്യാണം കഴിച്ചു. അതിൽ മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി, വലിയ കുടുംബമായി. അതാണ് മക്കയിൽ താമസിച്ചിരുന്ന അറബി കുടുംബം. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമന പേരായിരുന്നു ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് സയ്യിദുനാ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ്. ലോകത്ത് വന്ന 99% അമ്പിയാക്കളും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ് വന്നത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണ് വന്നിട്ടുള്ളത്. അത് അഷ്റഫുൽ ഖൽഖായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ബനു ഇസ്രായേലിൽ ഒരുപാട് നബിമാർ വന്നു. മൂസ നബി അലൈഹി ഇസ്ലാം വന്നു, ഈസ നബി അലൈഹി ഇസ്ലാം വന്നു. അവരുടെ എല്ലാവരുടെയും അനുയായികളാണ് വേദത്തിൻ്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂസ നബിയുടെ അനുയായികൾ, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. ഇതിനെയാണ് ഇന്ന് ആഗോളതലത്തിൽ മില്ലത്തു ഇബ്രാഹിം എന്നും ഉമ്മത്തു ഇബ്രാഹിം എന്നും പറയുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ വാഹിദ. ലോകത്ത് വലിയൊരു സ്വാധീനം നേടിയിട്ടുള്ള ഒരു ചിന്താശാഖയാണ് യഥാർത്ഥത്തിൽ ഈ മില്ലത്തു ഇബ്രാഹിം, ഉമ്മത്ത് ഇബ്രാഹിം തുടങ്ങിയ കാഴ്ചപ്പാട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ മക്കളല്ല. ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഇസ്രായേലിലേക്ക് താമസം മാറിയതാണ്. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ മക്കൾ അറബികൾ തന്നെയാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ മക്കളും അറബികൾ തന്നെയാണ്. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയും അറബികൾ തന്നെയാണ്. അത് രണ്ടും അറബികളാണ്. ഒരിക്കലും ഇന്നത്തെ ഇസ്രായേലർ അല്ലാതെ. ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറി താമസിച്ചു. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഈസാ നബിയുടെ അനുയായികളല്ല. അവർ ഈസാ നബിയുടെ അനുയായികളാണ്, പക്ഷെ നമ്മൾ പറഞ്ഞ ഈസാ നബിയുടെ അനുയായികളല്ല. നമ്മൾ പറയുന്ന അഹ്ലു കിതാബ് എന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ അറബികൾ തന്നെയാണ് അവർ. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ജൂതന്മാർ 2 വിഭാഗമാണ്. ഒന്ന് അടിസ്ഥാനപരമായി പാരമ്പര്യ ജൂതന്മാരും, 2 ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തവരും. ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തവരെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഡിസംബർ 25 എന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനം അല്ല. ഡിസംബർ 25 എന്നത് യൂറോപ്പിൽ പഴയകാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ ജന്മദിനം വലിയ ഒരു ആനിവേഴ്സറിയായി, വാർഷികാഘോഷമായി കൊണ്ടാടൽ പതിവുണ്ടായിരുന്നു.
അതിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനം കൂടി കൂട്ടിച്ചേർത്തതാണ്. റബീഉൽ അവ്വൽ 12 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്. അന്ന് മൈക്കക്കാരന് ഒഴിവില്ലാത്തതുകൊണ്ട് ഒരു കൊല്ലം എന്താക്കി, നമുക്ക് കൊല്ലം 15-നാക്കാന്ന് തീരുമാനിച്ച് പിന്നെ എല്ലാ കൊല്ലം 15 നടത്തിയ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ നടത്തിയതാണ്. പൂർവകാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ യൂറോപ്യനായ ഒരു രാജാവിൻ്റെ ജന്മദിനാഘോഷത്തിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആണ്ടും കൂടിയും ചേർത്തുങ്ങാണ്ട് ഒന്നിച്ചാഘോഷിച്ചതാണ് ഡിസംബർ 25 എന്ന് പറയുന്നത്. അല്ലാതെ ഡിസംബർ 25 ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച ദിവസമല്ല. അങ്ങനെ ആണെങ്കിൽ ആവേണ്ടിയിരുന്നത് ജനുവരി 1 കാരണം ക്രിസ്തു വർഷത്തിലെ 1-ാം മാസം ജനുവരിയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനം അങ്ങനെയാണെങ്കിൽ ആവേണ്ടിയിരുന്നത് ജനുവരി 1. ജനുവരി 1 അല്ല, ഡിസംബർ 25 അല്ല. ആഘോഷം അന്നത്തേക്ക് മാറ്റിയതാണ് യഥാർത്ഥത്തിൽ സംഭവം ഉള്ളത്. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ, ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നതല്ല നമ്മൾ പറയുന്ന അഹ്ലു കിതാബ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പുതിയ ഒരു വിശാല കാഴ്ചപ്പാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളായ തൗറാത്തിൽ വിശ്വസിക്കുന്നവരും ഇഞ്ചീലിൽ വിശ്വസിക്കുന്നവരും ഖുർആനിൽ വിശ്വസിക്കുന്നവരും ഒന്നിച്ച് നീങ്ങണം എന്ന്. ഈ ഒന്നിച്ച് നീങ്ങണമെന്ന അഭിപ്രായക്കാരെയാണ് ഇന്ന് ആഗോള സുന്നികൾ എന്ന് വിളിക്കുന്നത്. ഇത് അല്ലാത്തവരെ 2 പേരിൽ വിളിക്കുന്നുണ്ട്. ഒന്ന് ഷിയാക്കൾ എന്ന പേരിൽ വിളിക്കുന്നു, മറ്റൊന്ന് സൂഫികൾ എന്ന പേരിൽ വിളിക്കുന്നു. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ പെടുത്തിയിട്ടുള്ളത് ഈ പറയപ്പെട്ട സൂഫികൾ എന്നതിലാണ്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ സൂഫി അല്ലട്ടെ നമ്മൾ. ആ സൂഫിസം എന്ന് പറയുന്നത് ഷിയായിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റായുള്ള സൂഫിസമാണ്. നമ്മൾ പറയുന്ന മുൻകഴിഞ്ഞു പോയ സൂഫിയാക്കളായ മഹാന്മാർ എന്ന് പറയുന്ന ആ സാധനം അല്ലത്. നമ്മളാരാ? നമ്മൾ കർമ്മശാസ്ത്രപരമായി ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണങ്ങളെയും വിശ്വാസപരമായി ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണങ്ങളെയും കൊണ്ട് നടക്കുന്ന ആളുകൾ ഷാഫിയാക്കളും അശ്അരിയാക്കളും ആയവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ സുന്നികൾ എന്ന് പറയുന്നത്. ആഗോള സുന്നികൾ എന്ന് പറയുന്നത് വേറെയാണ്, നമ്മൾ വേറെയാണ്. ഈ തിരിച്ചറിവിനെ എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. നമുക്ക് നമ്മുടേതായ ചില അസ്ലുകൾ, നമുക്ക് നമ്മുടേതായ ചില അടിസ്ഥാനങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് വിശ്വാസം, രണ്ടാമത്തേത് ആദർശമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതാണ് നമ്മുടെ ആദർശം. മൂന്നാമത്തേത് ആശയമാണ്. നമ്മുടെ ആശയം എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതാണ് ആശയം. എന്താ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞത് ആശയമായത്? സമസ്ത എന്ന് പറയുന്നത് 40 തലയെടുപ്പുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, ആലിമീങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ 40 ആളുകൾ പറയുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് സമസ്തക്കാർ. അല്ലാതെ അത് മെമ്പർഷിപ്പ് എടുക്കലല്ല. SYSന് മെമ്പർഷിപ്പ് ഉണ്ട്, SKSന് മെമ്പർഷിപ്പ് ഉണ്ട്, SMFന് മെമ്പർഷിപ്പ് ഉണ്ട്, സുന്നി ബാലവേദിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്, അതേപോലെ ജംഇയ്യത്തുൽ മുഅല്ലിമീന് മെമ്പർഷിപ്പ് ഉണ്ട്. സമസ്തൻ്റെ മെമ്പർഷിപ്പ് പറഞ്ഞിട്ട് 100 രൂപയ്ക്ക് കൊടുക്കലില്ല. പിന്നെന്താ? സമസ്തൻ്റെ മെമ്പർമാർ എന്ന് പറഞ്ഞാൽ സമസ്തക്കാർ എന്ന് പറയുന്നൊരു വിഭാഗമാണ്. സമസ്തക്കാർ എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 മുഷാവറ അംഗങ്ങൾ കൂടിക്കൊണ്ട് ഒരു തീരുമാനമെടുത്താൽ, തീരുമാനം വരുന്നത് വരെ നമുക്ക് നമ്മളെ അഭിപ്രായമൊക്കെ പറയാം. അങ്ങനെ വേണ്ടത്, ഇങ്ങനെ വേണ്ടത് എന്നൊക്കെ പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. തീരുമാനം കണ്ട് വന്നാൽ എന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നവർക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആശയം. ഇനി നാലാമത്തതാണ് പ്രവർത്തനം. ഈ വിശ്വാസത്തിലും ഈ ആദർശത്തിലും ഈ ആശയത്തിലും ഊന്നിയുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടേത്. അതിനൊരുപാട് അസ്ലുകളുണ്ട്, ഒരുപാട് അസ്ലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ മജ്‌ലിസ് നൂർ നടത്തിയല്ലോ.
നമ്മളിവിടെ മജ്‌ലിസ് നൂർ നടത്തി, പല സ്ഥലത്തും മജ്‌ലിസ് നൂർ നടക്കലുണ്ട്, ഞാൻ പലയിടത്തും പോകലുണ്ട്. മജ്‌ലിസ് നൂറിന് ചെന്നാൽ ദ്വാരക്കാനുള്ള ലീസ്റ്റ് ഉണ്ടാവും, കുറേ ലീസ്റ്റ് ഉണ്ടാവും. കാൽമുട്ട് വേദന മാറാൻ വേണ്ടി 100 രൂപ, കാലിൻ്റെ തള്ളാൻ വിരലിൻ്റെ നഖം പോകുന്നത് ശരിയാകാൻ വേണ്ടി 313 റുപ്യ, വിദേശത്തുള്ള ഭർത്താവിന് ജോലി ശരിയാക്കാൻ വേണ്ടി 1101 റുപ്യ, മുറാദ് ഹാസിലാക്കാൻ വേണ്ടിയിട്ട് 501 റുപ്യ. ഹൈദർലി ഷാബ് തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുള്ള നമ്മൾ മജ്‌ലിസ് നൂറിലേ ഹൈദർലി ഷാബ് തങ്ങൾ പാപ്പ മജ്‌ലിസ് നൂറി എല്ലാം പറഞ്ഞത് കാലിൻ്റെ വെച്ചുത്തി പോകുന്ന തള്ളാൻ വിരൽ നേരാവാനായിരുന്നു. പിന്നെന്തിനാ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാ കാൽമുട്ട് വേദന മാറൂലേ? മാറും, പക്ഷെ അത് അതിനുള്ളതല്ല. ഗൾഫിലുള്ള ഭർത്താവിൻ്റെ ജോലി ശരിയാവൂലേ? ശരിയാകും, പക്ഷെ അത് സാധനം അതിനുള്ളതല്ല. സാധനം എന്തിനുള്ളതാ? മൗത്തിൻ്റെ നേരത്ത് ഇങ്ങനെ കട്ടിലും അങ്ങനെ നീണ്ടു നീർന്ന് നടക്കുമ്പോൾ ബദിരീങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കണം. 313 ആള് മരിക്കണ നമ്മൾ മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണൂല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അസ്ലി പറഞ്ഞത്. ഇതാണ് ആദർശം. ഇത് ചില പ്രത്യേകമായ രീതികളും ആദർശങ്ങളാണ്. ഇത് നമ്മക്കേ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. എന്താ കാട്ട? മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് അവൻ്റെ 2 കണ്ണുകളായിരിക്കും. ദുനിയാവിലേക്ക് അവസാനമായി തുറക്കുന്നതും 2 കണ്ണാണ്. ദുനിയാവിൽ നിന്ന് ആദ്യമായി യാത്ര പറഞ്ഞ് പിരിയുന്നതും 2 കണ്ണാണ്. നോട്ടമാണ് ആദ്യം അവസാനിപ്പിക്കുക. ദുനിയാവിലേക്ക് അവസാനമായി തുറക്കുന്നതും കണ്ണായിരിക്കും. ചെറിയ കുട്ടികൾ മനുഷ്യന്മാരെ നോക്കൂലല്ലോ. ചെറിയ കുട്ടികൾ മനുഷ്യന്മാരെ നോക്കൂല, ലൈറ്റ് കണ്ടാൽ നോക്കും. പിന്നെ മൂലയന്മാരെ കണ്ടാലും നോക്കും. അസൂയുണ്ടൊന്നും കാര്യമില്ല. എല്ലാവരും വാപ്പാരോ ഓതാൻ പറഞ്ഞയച്ചിട്ടുണ്ടാവും, കുറച്ചാലൊക്കെ നിൽക്കാതെ പോകുന്നതല്ലേ. ഞാൻ ഉത്തരവാദിയാ. കുറച്ചാലൊക്കെ പോയി, എല്ലാവരും മിക്കവാറും ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. നിൽക്കാം മൂലയരായതുകൊണ്ടല്ല കേട്ടാ. കുട്ടികൾ മൂലയന്മാരെ നോക്കണതിൻ്റെ കാരണം വെള്ളത്തിനും വെള്ളക്കുപ്പായ ഉണ്ടായിട്ടാണ്, അല്ലാതെ ഒന്നല്ല. മലക്കുകളുടെ ലോകവുമായി അവർക്കുള്ള ബന്ധമാണത്. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ആദ്യം ഉമ്മാനെ നോക്കും, പിന്നെ വാപ്പാനെ നോക്കും, അങ്ങനെ നോട്ടം തുടങ്ങുന്നത്. ഇതുപോലെ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ആദ്യം നോട്ടം അവസാനിക്കും, കണ്ണിൻ്റെ ചലനം അവസാനിക്കും. നമുക്ക് തോന്നും വാപ്പ നമ്മളെ നോക്കണതെന്ന്, പക്ഷെ നോക്കുന്നുണ്ടാവില്ല. പിന്നെ അവർ ആരെയാണ് കാണുന്നതെന്ന് നമ്മളറിയില്ല. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരെ കാണും. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണോ അവരെയാണ് മരിക്കുമ്പോൾ കാണുക. അപ്പം നമ്മൾ കട്ടിലും ഇങ്ങനെ നീണ്ടു തീർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ബദരീങ്ങളോട് വലിയ ഇഷ്ടമായതിനാൽ ഓലും 313 ആൾക്കാർ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം. ഈ ബദരീങ്ങൾ എന്ന് പറഞ്ഞതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 1500 കൊല്ലായി. അതാർക്കെന്നറിയോ? ഞമ്മക്കാണ്. അതായത് ശുഹദാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നാളുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ 1000 വർഷമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം. അപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഞമ്മക്ക് 1500 കൊല്ലായി എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾക്ക് 1.5 ദിവസമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഈ ശുഹദാക്കന്മാർക്ക് ബാക്കി ആർക്കും ഇല്ലാത്തതിൻ്റെ പ്രത്യേകത ഉണ്ടായത്. അതുകൊണ്ടാണ് അവർക്ക് 1.5 ദിവസമാണ് ആയത്. ഓല അബൂജാലിനെ വെട്ടിയതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ സമയമാണ്. നന്നായിട്ടൊരു വിസ്തരിച്ചൊരു ചായയൊക്കെ കുടിച്ച് കാലൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു വെട്ടുണ്ടാണ്ട് വെട്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ 1.5 ദിവസമാണ്. ഓലിങ്ങനെയാണ് വന്നിട്ട് കട്ടിലിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കണം.
ഇതാണപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞത്. ഇതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രത്യേകമായ ആദർശമാണ്, ആശയമാണ്. ഈ ആദർശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആശയം. ഏത് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും അതൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ പരിപാടി എന്താ? ഇതൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിപാടിയാണ്. പിരാന്തൻ്റെ പ്രവർത്തനം വരെ എടുത്താൽ അതും ചില പ്രത്യേകമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമുക്ക് മനസ്സിലായില്ല, അവന് മാത്രമാണ് മനസ്സിലായത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഒന്നാമത്തത് ഈമാനാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് ഈമാൻ്റെ അസ്ല് എന്ന് പറഞ്ഞാൽ. അത് എത്രത്തോളമുണ്ടോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും. നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12-നാണ്. വലിയൊരുനാളിനേക്കാൾ, ചെറിയൊരുനാളിനേക്കാൾ, ബദരീങ്ങളാണ്ടിനേക്കാൾ, ഓമാനൂർ നേർച്ചയേക്കാൾ, മഹലിൻ്റെ കുടുംബസംഗമത്തേക്കാൾ ഏറ്റവും പൈസ ചെലവാക്കും റബീഉൽ അവ്വൽ 12-ന്. അങ്ങനെയാണ് വേണ്ടതും. റബീഉൽ അവ്വൽ 12-ന് മദ്രസയിൽ കുട്ടികളെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ കുറേ വൈകിയും കുട്ടികളിങ്ങനെ പാടും. അപ്പോൾ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിക്കും സദർ ഉസ്താദിനോട്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ എന്ന്. അപ്പോഴാണ് ഈ തരിപ്പ് ഇങ്ങനെ കയറി വന്നിട്ടുള്ളത്. കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇഷ്ക് ഇങ്ങനെ കയറി വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയമുണ്ടോ. അപ്പോൾ സദർ ഉസ്താദ് ഉള്ള പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 10-40 മിനിറ്റ് ഉണ്ടാക്കിയിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും. അപ്പം ഇങ്ങോട്ട് സ്റ്റേജ് നമുക്ക് കയറിയിട്ടാണ്ട് പാടും. മണ്ണിലെ നല്ലൊരു നാട്ടിലെ മക്കത്തെ നല്ലൊരു വീട്ടിലെ മന്നാൻ്റെ ദൂതർ മുഹമ്മദ് മാണിക്കല്ലായി പിറന്നത്. അപ്പോൾ ഗൾഫിൽ നിന്ന് കുട്ടികൾ ലീവിന് വന്നിട്ടുണ്ടാവും. ഒരു കീശയ്ക്കൊന്നിങ്ങനെ നോക്കും. 500-ൻ്റെ നോട്ട് എടുത്തിട്ട് കവറിലിട്ട് കണ്ടാണ് കൊടുക്കും. ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കൽ റബീഉൽ അവ്വൽ 12-നാണ്. എന്താ കാരണം? മുത്തുനബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് ഈമാൻ്റെ അസ്ല്. ഇത് പഴയ ആളുകൾ അതേപോലെ നിലനിർത്താൻ വേണ്ടി പെടാപാട് പെട്ടു. നമ്മളും അത് നിലനിർത്തിക്കൊണ്ടാണ് അടുത്ത തലമുറക്ക് ഒരു കേടും വരുത്താതെ കൈമാറണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം പോയാൽ ഈമാൻ പോവും. യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ്. നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവ്. സർവമത സത്യവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവ്. ലിബറലിസത്തിൻ്റെ അടിസ്ഥാനം എന്താ? സ്ത്രീ പക്ഷപാതത്തിൻ്റെ അടിസ്ഥാനം എന്താ? എല്ലാം അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യക്കുറവാണ്. അതാണ് ഈമാൻ്റെ അസ്ല്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ബറക്കത്തിൽ നിന്നാണ്. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിതങ്ങളുമായുള്ള ബന്ധം അതാണ് ബറക്കത്തിൻ്റെ അടിസ്ഥാനം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മണ്ണ് മദീനയുടെ മണ്ണ്. അഫ്ദലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യന്മാർ മദീനക്കാർ. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യന്മാർ ബദരീങ്ങൾ. ലോകത്തിലെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യന്മാർ സ്വഹാബത്ത്. ഒക്കെ നബിതങ്ങളുള്ള ബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചോനെ മുത്തുനബിനെ ഓർക്കത്തിലെങ്കിലും ഒരൊട്ടെങ്കിലും ഒന്ന് കാണിച്ചു തരണേന്ന് തോരക്കണത്. എന്തേ? ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ കൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കളിലെ ബറക്കത്ത്. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. 1, മക്കൾ ആഗ്രഹിച്ചുകൊണ്ട് ലഭിച്ചതായിരിക്കണം. 2, മക്കൾക്ക് ബറക്കത്തുള്ള പേര് നൽകിയിരിക്കണം. 3, മക്കൾക്ക് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. 4-മത്തേത് മക്കൾക്ക് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. 5-മത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ദുആ ചെയ്യണം. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങളാണ് വേണ്ടത്.
സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ ഒരു കാര്യം ചെയ്താൽ മതി. സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. ദാനശീലന്റെ സമ്പത്തിനാണ് ബറക്കത്തുണ്ടാവുക. അങ്ങനെയാണ്. ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവണം. ഭക്ഷണത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടെ നൽകുന്ന ഭക്ഷണമാണ് ബറക്കത്തുള്ള ഭക്ഷണം. സഹയ്യിന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കുമെന്നാണ്. സഹയ് എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ധർമ്മം കൊടുക്കുന്ന ആൾ. ചില സ്ഥലങ്ങളിലൊക്കെ പരിപാടിക്ക് എന്നാൽ ആൾക്കാർ പറയും, ഇവിടെ എല്ലാ പരിപാടിക്കും ഭക്ഷണം ഈ പെരയിലുണ്ടായാലേ അതുപോലെ വിട്ടുകൊടുക്കലില്ല എന്ന് പറയും. നല്ലോണം തിന്ന് അവിടെ നിന്ന് അതിൻ്റെ അർത്ഥം എന്തേ? സഹയ്യ് ധർമ്മിഷ്ഠന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മരുന്നാണ്. സഹയ്യിന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും. നേരെ ഓപ്പോസിറ്റ് പിശുക്കന്റെ ഭക്ഷണത്തിലോ ദണ്ണുണ്ടാവും. ഞാൻ ഒരിക്കൽ ഒരു പരിപാടിക്ക് വന്നപ്പോൾ പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെരയിൽ പോയപ്പോൾ ഈ കുറ്റിപ്പുറത്തിൻ്റെ അപ്പുറത്ത് പുഴൻ്റെ അക്കരെ ഒരു സ്ഥലത്ത് ചെന്നതാണ്. ഗൾഫിൽ നിന്ന് ആരോ പരിപാടി കേൾപ്പിച്ചതാണ്. അങ്ങനെ മാരിവിസ്കരിക്കാൻ തന്നെ എത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ മാരിവിസ്കരിക്കാൻ വേണ്ടി എത്തിയപ്പോൾ പറഞ്ഞു, ഇതാ ഭക്ഷണം അതിൻ്റെ അടുത്തുള്ള ഈ പെരയിൽ തന്നെയാണ്, അങ്ങോട്ട് പോകുക പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് എത്ര ബെല്ലടിച്ചിട്ടും വായിൽ തുറക്കണില്ല. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ തുറന്ന്. അപ്പം ഞാൻ കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ പെരക്കാരൻ പറഞ്ഞു, ഓലിപ്പോൾ വന്നിട്ടാണ് മോലിയർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞത്. പെട്ടെന്നൊക്കെയാണ് പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക എന്ന് ചോദിച്ചു. ഇനി എന്താ നമ്മളെന്താ കാട്ടുക? ആ ഒരു പ്രശ്നമല്ലോ. തിന്നാൻ ഏതായാലും പറ്റൂല. എന്നാൽ ഇറങ്ങിപ്പോന്നാൽ കച്ചറിയല്ലോ. എന്താ ഇപ്പോൾ കാട്ടുക? സംഗതി തിന്നൂന്ന് വരുത്തി തീർത്തുമല്ല. അപ്പം എന്താ കാട്ടുക? ധർമ്മിഷ്ഠൻ്റെ ഭക്ഷണത്തിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. സഹയ്യ് ദാനം ശീലമാക്കിയ ആൾക്കാണ് സഹയ്യ് എന്ന് പറയുന്നത്. അതാണ് ബറക്കത്തുള്ള ഭക്ഷണം. അപ്പം സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ ദാനം ശീലമാക്കിയവർക്കാണ് ഉണ്ടാവുക. ഇങ്ങനെ ഓരോ വിഷയത്തിലെയും ബറക്കത്ത്. കുറേ കാലം ജീവിച്ച ബറക്കത്തുള്ളവരുണ്ട്, കുറച്ചു കാലം ജീവിച്ചിട്ട് കുറേ കാര്യം ചെയ്തവരുണ്ട്. രണ്ടും ബറക്കത്താണ്. ഗൗസുൽ ആദം 90 വർഷം, മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു 90 വർഷം, 25 കൊല്ലം നാട്ടിൽ ഉമ്മയുടെ അടുക്കൽ ദീൻ പഠിച്ചു. 25 കൊല്ലം, 25 വർഷം വിദേശത്ത് പഠനം നടത്തി, 40 വർഷം വയല് പറഞ്ഞു, 45 വർഷം ദർസ് നടത്തി, 65 കൊല്ലം കച്ചവടം ചെയ്തു. എല്ലാം കൂട്ടിയാൽ 90 കൊല്ലം ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം മുഹ്യിദ്ദീൻ ഷേഖ് 90 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ അതിന് മേലെ പോകാൻ പറ്റൂലല്ലോ. 25 കൊല്ലം നാട്ടിൽ പഠിച്ചു, 25 കൊല്ലം വിദേശത്ത് പഠിച്ചു, 45 കൊല്ലം ദർസ് നടത്തി, 40 കൊല്ലം വയല് പറഞ്ഞു, 65 കൊല്ലം കച്ചവടം ചെയ്തു. എല്ലാം കൂടിയും കൂട്ടിയാൽ 90. 25 ആണ്ടോളം ചുറ്റി നടന്നോ അവർ, ഇരിയന്നായകൾ കേട്ടാരേയിരുന്നോ അവർ, 40 ഇറ്റാണ്ടോളം വയത് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 വയസ്സ് ജീവിച്ചു. 55 വയസ്സാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. 55 വയസ്സ്. ഗസാലി ഇമാമിന് കർമ്മശാസ്ത്രത്തിൽ ഒരു കിതാബുണ്ട്, ബസീത്ത് എന്ന് പറയും. ഒരു മനുഷ്യന്റെ ആയുസ്സുകാലം മുഴുവൻ വായിച്ചാലും തീരൂല, അങ്ങനത്തെ കിതാബ്. അതിനെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ ഒന്ന് ചുരുക്കി എഴുതിയിട്ടുണ്ട്. ചുരുക്കി എഴുതിയതിന് വസീത്ത് എന്നാണ് പറയാ. ആയുസ്സുകാലം മുഴുവൻ ഒരാൾ വായിച്ചാലും അത് തീരൂല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ അത് ഒന്നും കൂടിയും ചുരുക്കി എഴുതിയിട്ടുണ്ട്. അതിന് വജീസ് എന്നാണ് പറയാ. അതെന്നെ നമ്മളാരും കണ്ടിട്ടില്ല. ഗസാലി ഇമാമിൻ്റെ വലിയ കിതാബായ ബസീത്തിൽ പറഞ്ഞ ഒരു മസ്അലയുടെ കാര്യത്തിൽ ഒരിക്കൽ ഇമാമുമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായപ്പോൾ നവവി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വിഷയത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബസീത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തന്നെയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ കിതാബ് ഞാൻ 40 പ്രാവശ്യം മുത്താല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ നവവി ഇമാമിൻ്റെ ആയുസ് 50 വയസ്സിൽ താഴെയാണ്. അതാണ് ബറക്കത്ത് പറഞ്ഞത്. കുറേ കാലം ജീവിച്ചു, എന്നിട്ടൊന്നുമില്ല, മരിച്ചു. അങ്ങനെ ഉണ്ടാവും.
കുറച്ചു കാലം ജീവിച്ചു എന്നിട്ടോ ഇനി എന്താ ഓൻ ചെയ്യാൻ ബാക്കിയുള്ളത്, അങ്ങനെ ഉണ്ടാവും. അതാണ് ആയുസ്സിലെ ബറക്കത്ത്. ആയുസ്സിലെ ബറക്കത്ത് കുടുംബബന്ധം ചേർക്കുന്നവർക്കുണ്ടായിരിക്കുമെന്നാണ്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമഹു. കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇൽമിലെ ബറക്കത്ത് 3 കാര്യം ചെയ്യുന്നവർക്കാണ്. ഇൽമിൽ ബറക്കത്ത് 3 കാര്യം ചെയ്യുന്നവർക്കാണ്. ഒന്ന്, ഗുരുവിനെ ആദരിക്കുന്നവർക്ക് മാത്രമേ ഇൽമിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. ഗുരുനാഥന്മാരെ ബഹുമാനിക്കാത്തവർക്ക് ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ കിട്ടും, പക്ഷേ ഇൽമിൻ്റെ ഉപകാരം നഷ്ടപ്പെടും ഗുരുവിനെ ആദരിച്ചില്ലെങ്കിൽ. അപ്പോൾ ഒന്ന്, ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ ഗുരുനാഥന്മാരെ ആദരിക്കണം. രണ്ടാമത്തേത്, ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഉള്ള ഇൽമ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. മൂന്നാമത്തേത്, ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം. അപ്പോഴാണ് ബറക്കത്തുണ്ടാകുക. ഇൽമിൽ അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. ഇൽമുകൊണ്ട് അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. ഒന്ന്, സ്ഥിരമായി അമൽ ചെയ്യുക. ഉദാഹരണം നിസ്കാരം, സ്ഥിരമായിട്ട് അമൽ ചെയ്യണം. 2, ഇടക്കൊക്കെ അമൽ ചെയ്യുക, അതൊരമലാണ്. ഇടക്കൊക്കെ അമൽ ചെയ്യുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു തിങ്കളാഴ്ച നോൽമ്പ് വെൽക്കുക, എപ്പോഴെങ്കിലൊക്കെ ഒരു വ്യാഴാഴ്ച നോൽമ്പ് വെൽക്കുക. തസ്ബീഹ് നിസ്കാരം പറഞ്ഞല്ലോ, എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കണം. കഴിയാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കണം. അതിനും കഴിയാത്തവർ മാസത്തിലൊരിക്കൽ നിസ്കരിക്കണം. അതിനും കഴിയാത്തവർ കൊല്ലത്തിലൊരിക്കൽ നിസ്കരിക്കണം. അതാണ് നമ്മൾ 25 പള്ളിയിൽ സംഘടിപ്പിക്കൽ. അതിനും കഴിയാത്തവരോ ആയുസ്സിലൊരിക്കൽ നിസ്കരിക്കണം. അങ്ങനെ അമല് 3 തരത്തിലുണ്ട്. 1, സ്ഥിരമായി ചെയ്യാം. 2, ഇടക്കിടക്ക് ചെയ്യാം. 3, ആയുസ്സിലൊരിക്കൽ ചെയ്യാം. അവനാൻ്റെ ഒരു 70,000 ദിക്റ് മരിക്കണേൻ്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം. പള്ളിക്കന്ന് കിട്ടിയെങ്കിൽ ആയി. പള്ളിക്കന്ന് വെള്ളിയാഴ്ച മരിച്ചിട്ട് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇപ്പം കിട്ടുന്നുണ്ട്, എന്നും കിട്ടിക്കോളൊന്നൊന്നുമില്ല. അടുത്ത കമ്മിറ്റി എങ്ങനെ, പിന്നത്തെ കമ്മിറ്റി എങ്ങനെ, നാട്ടുകാരെങ്ങനെ, എന്താ അഭിപ്രായം വരിക എന്നൊന്നും പറയാൻ കഴിയൂല. ഇപ്പം കിട്ടുന്നുണ്ട് എന്ന് പറയാം. അവനാൻ്റെ 70,000 അവനാൻ തന്നെ ചെല്ലുക. ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഒരു ഹത്തം തീർക്കുക. ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഒരു ഹത്തം തീർക്കുക. ഫാത്തിഹ തുടങ്ങി കുല്ലു റബ്ബിൻ നാസിൽ അവസാനിപ്പിച്ചിട്ട് പിന്നെ ഫാത്തിഹയും അൽ ബഖറയും 5 ആയത്ത് ഓതുന്ന തരത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഹത്തം തീർക്കുക. നമ്മൾ ഹത്തം തുടങ്ങലുള്ളൂ, തീർക്കലില്ല. അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. റമദാൻ മാസത്തിൽ നമ്മൾ ഹത്തം തുടങ്ങും. റമദാൻ 1-ൻ്റെ അന്ന് ദുഹർക്ക് നേരത്തെ തന്നെ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മരത്തിൻ്റെ പലക ഇങ്ങനെ വെച്ചിട്ട് അതിമൊരു മുസാഫൊക്കെ എടുത്ത് വെച്ചിട്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഒരു 2 പേജാവുമ്പോഴേക്കും ഫോണിൽ അത്യാവശ്യം അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അന്നണ്ട് പോയാൽ പിന്നെ 25 അതിനോട് വരും. തീരുവില്ല, തുടങ്ങലേ ഉള്ളൂ. ഒരു ആയുസ്സിന് ഒരു ഹത്തെങ്കിലും നമ്മൾ തലക്കന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ ഒന്ന് ഓതി തീർക്കണ്ടേ? ഒന്നെങ്കിലും ഈ റമദാനിക്കെങ്കിലും. റമദാൻ വരുന്നുണ്ട്, റമദാൻ ശരീഫ് ഒരുങ്ങിക്കോളി. അങ്ങനെ എല്ലാം ഒരു കുറച്ച് ഫാത്തിഹെങ്കിലും നമ്മളതായിട്ട് നമ്മൾ ഓതുക. ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു തിങ്കളാഴ്ച നോലുമ്പ് വെൽക്കുക. ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു വെള്ളിയാഴ്ച നോലുമ്പ് വെൽക്കുക. ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു ബറാത്തിൻ്റെ നോൽമ്പ് വെൽക്കുക. ആയുസ്സിലൊരിക്കലെങ്കിലും ഷവ്വാലിൽ ഒരു 6 നോൽമ്പ് വെൽക്കുക. ബറാത്തൊക്കെ പിന്നെ നോൽക്കും ചിലപ്പോൾ. 6 നോൽമ്പിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പ്രയാസക്കാരൻ. ആയുസ്സിലൊരിക്കലെങ്കിലും ഒരു 6 നോൽമ്പ്, അങ്ങനെ ഞാൻ പറയണേ. അങ്ങനെ ഇതൊരമൽ ചെയ്യലാണ്. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഒന്ന് ഗുരുവിനെ ആദരിക്കണം. രണ്ടാമത്തേത് ഉള്ള ഇൽമ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. മൂന്നാമത്തേത് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം.
അപ്പോഴാണ് ഇൽമിൽ ബറക്കത്തുണ്ടാവുക. ബറക്കത്തുള്ള മനുഷ്യന്മാരെ നമ്മളെപ്പോഴും പരിഗണിക്കണം. ലോകത്ത് ബറക്കത്തുള്ള ഒരുപാട് മനുഷ്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്.